മുസാഫിർപൂർ മാർക്കറ്റ് ബീഹാർ അല്ലേ? ഓപ്പൺ ആയില്ല. ഇളനീ മാർക്കറ്റ് നഗരങ്ങളെ അനുസ്മരിപ്പിക്കും വിധം സമുച്ചയങ്ങൾ ഇരുഭാഗത്തും കോടമൂടി തണുത്തുറഞ്ഞു കിടക്കുന്ന ബീഹാറിന്റെ തെരുവോരങ്ങളിലെ ഉച്ചയിലെ കാഴ്ച. അപ്പൊ നമ്മളിന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിന്റെ പേരാണ് ചന കട്ടോരെ. ഇന്നലെ കഴിച്ചത് ചോല ബട്ടോരെ. ഒക്കെ പൂരിയും അപ്പൊക്കെ തന്നെയാണ് സംഭവം. നമ്മളിപ്പോ ബീഹാറിലെ പാറ്റ്നയിലാണ്. ഒരു ഭക്ഷണം കഴിക്കാൻ ഫുൾ ബ്ലോക്ക്. ബീഹാർ കംപ്ലീറ്റ് ഇങ്ങനെ തന്നെ ലോറികൾ കൊണ്ടുള്ള ഒരു കളിയാണ്. ബീഹാറിലെ പള്ളിയാ. കോയൽക്കിണർ എല്ലാ പള്ളിയിലും ഉണ്ടാവും. ഇവിടുത്തെ മയ്യത്തട്ടിലുണ്ടാവും. മയ്യത്തട്ടിൽ ഓപ്പൺ ആണ്. മുകളിൽ അടുപ്പില്ല. നമ്മളിപ്പോ ഉള്ളത് ബീഹാറിലാണ്. ബീഹാറിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ മുതലേ. ബീഹാറിലെ മുസാഫിർപൂരിൽ നിന്ന് യാത്ര തുടങ്ങിയാണ്. ഇപ്പൊ ഞങ്ങള് വലിദാർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമുക്കിവിടെ ഒരു സുഹൃത്തിനെ കിട്ടിയതാ. ഇവരുടെ പേര് വലിദാർ. മുഹമ്മദ് ശംഷാദ് ഖാൻ. ഇപ്പൊ നമ്മളെ ചായക്കൊക്കെ ക്ഷണിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചു. ഫ്രണ്ട് തൃശ്ശൂർക്കാരന് മലയാളിന്റെ കൂടെ ഖത്തറിൽ വർക്ക് ചെയ്ത. അദ്ദേഹം ഖത്തറിൽ വർക്ക് ചെയ്യുന്നതാണ്. കണ്ടിട്ട് പെട്ടെന്ന് വന്നതാണ്. അതെ, ഖത്തറിൽ വർക്ക് ചെയ്തിരുന്ന ആളാ. ഇപ്പൊ വിസയൊന്നുമില്ല, നാട്ടിലുണ്ട്. മുപ്പർക്ക് അവിടെ കുറെ ദോസ്തുക്കളൊക്കെ ഉണ്ട്, സുഹൃത്തുക്കളൊക്കെ മലയാളികൾ. അപ്പൊ നമ്മളെ വണ്ടി കണ്ടിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നുകാണ്ട് പരിചയപ്പെട്ടതാ. എല്ലാ ഭാഗത്തുനിന്ന് ഇങ്ങനെ സുഹൃത്തുക്കളെ കിട്ടുന്നുണ്ട്. ആടുണ്ടോ? വലിദാർ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ഒരു സൈഡിൽ അമ്പലമുണ്ട്, ഈ സൈഡിൽ പള്ളിയുണ്ട്. നല്ല മനോഹരമായ ഒരു സിറ്റി, ഒരു ഗ്രാമം. ഇപ്പൊ ഉള്ളത് ഛത്തീസ്ഗഡിലാണ്. ഇന്നലെ ഞങ്ങള് മെനിയാന്ന് നേപ്പാളിൽ നിന്ന് ഇറങ്ങി. പിന്നെ ബീഹാർ വഴി സഞ്ചരിച്ച് ബീഹാർ ജാർഖണ്ഡ് വഴി സഞ്ചരിച്ച് ഇപ്പൊ ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ ഒരു ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് ഞങ്ങൾ വണ്ടി എടുത്തത്. നല്ല അടിപൊളി യാത്രയായിരുന്നു. പിന്നെ ബീഹാറിൽ നിന്ന് ജാർഖണ്ഡിലൂടെ വരുമ്പോൾ ഒരുപാട് കാടുണ്ടായിരുന്നു. പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ രാത്രിയായി പോയി കാട്ടിലൂടെ ഡ്രൈവ് ചെയ്തത്. നല്ല രസമുള്ള സ്ഥലം, നല്ല റോഡ്, നല്ല കൊടും കാടുമായിരുന്നു. ഇപ്പൊ ഞങ്ങള് പിന്നെ ഛത്തീസ്ഗഡിൽ നിന്ന് റായ്പൂരിലേക്ക് യാത്ര തുടരുകയാണ്. എല്ലാരും ഹാപ്പി അല്ലേ? റെഡി അല്ലേ? എല്ലാരും ഹാപ്പിയാണ്. എല്ലാവർക്കും ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങൾ കിട്ടണം എന്നാണ് ഞങ്ങളിങ്ങനെ ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോണ റൂട്ടിലൊക്കെ. ഇപ്പോ ഛത്തീസ്ഗഡിൽ നിന്ന് ഞങ്ങൾ ബോർഡറിലുള്ളത്. ആക്ച്വലി ജാർഖണ്ഡിന്റെയും ഛത്തീസ്ഗഡിന്റെയും ബോർഡറിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത്. പിന്നെ രാമാനുഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ ആയിരുന്നു ഞങ്ങളെ സ്റ്റേ. രാവിലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ വഴിയിലുള്ള കാഴ്ചകളുമായിട്ട് നമ്മളെ കൂടെ സഞ്ചരിക്കുക. ചോളം കണ്ടോ? ചോളം. ഛത്തീസ്ഗഡിലാണ്. ഇതിനെ കൊണ്ടാണ് വലിയ റൊട്ടി ഉണ്ടാക്കല്. ഇത് സ്പെഷ്യൽ ടേസ്റ്റ് ആയ റൊട്ടി നമ്മൾ കഴിച്ചിട്ടുണ്ട്. മക്കേക്ക റൊട്ടി പറയും. മക്കേക്ക റൊട്ടി. അതിന്റെ പൊളിച്ച തോലാണിത്. ഇതും കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് വേവിച്ച് കഴിക്കുന്നുണ്ട്, കളയുന്നില്ല. ചോളം യെസ്, ഇഷ്ടം പോലെ. നല്ല ചോളം ഇഷ്ടം പോലെ. 1 കിലോ 19 റുപ്യൊക്കെ വില ഉള്ളു. ഇത് പൊടിച്ചിട്ട് പൊടിയാക്കിയിട്ട് ഇതിനുകൊണ്ട് നമ്മള് പത്തിരി ഉണ്ടാക്കും പോലെ വലിയ റൊട്ടി ചുടും. മക്കേക്ക റൊട്ടി, മസൂരി കാ ദാൽ. ഈ ഒരു വീട്ടിലാണ് ഛത്തീസ്ഗഡിലെ രാമാനുഗഞ്ച് എന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ നിന്ന് നമ്മൾ പോപ്കോൺ, ഫ്രഷ് പോപ്കോൺ അവർ നമുക്ക് പോപ്കോൺ തരികയാണ്. എടുത്തരാ ഷാനു. നല്ല ഫ്രഷ് പോപ്കോൺ അവർ നിങ്ങൾക്ക് കഴിക്കാൻ എത്ര വേണ്ടി വെച്ചാൽ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് നിർബന്ധിച്ച് നമുക്ക് കീസൊക്കെ കൊണ്ടുപോയി തന്ന്, കവറൊക്കെ കൊണ്ടുപോയി തന്ന് ഇവിടുന്ന് എടുത്തോളാൻ പറയുകയാണ്. വേണ്ട എടാ, ആർത്തി വേണ്ട കേട്ടോ, കുറച്ച് വാരിക്കോളി. അതെ,
നല്ല ഫ്രഷ് കോൺ. സ്വഭാവം കാണിക്കൂലേ? ആ ഈ ചേച്ചിയാണ് നമുക്ക് തരുന്നത്. ചലേ യാർ ചലത്തെ. ഓക്കെ താങ്ക് യു. ഓക്കെ ബൈ. കുഞ്ചി ഇറക്കാൻ പറ്റിയ കവറ് പിടിച്ചാൽ ഞാനാണ്, മുക്കാലും ഞാൻ എടുക്കും. കാല് വേണമെങ്കിൽ കേട്ടോ. യാത്ര ചെയ്യാൻ പോകുന്നത് റായ്പൂരിലേക്കാണ്. Hi. Yes. From Kerala. We are coming from Nepal. Bhutan is restricted now. We did not get the permit. നമ്മളിപ്പോൾ ഉള്ളത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെ പിന്നെ റായ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. വാട്ട്സ് യുവർ നെയിം? ലോകേഷ്, ചൗധരി ലോകേഷ്. ചൗധരി ലോകേഷ്. മുമ്പ് നമ്മളെ ചേസ് ചെയ്തണ്ടാ. മുമ്പ് വണ്ടിയാണിത്. മുമ്പ് നമ്മളെ പിന്നെ ചേസ് ചെയ്ത് നിർത്തിച്ചതാ. ഇങ്ങനെ ഇന്ത്യ ഓൾ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോ നമ്മളെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിട്ട് നിർത്തിയതാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മളെ വണ്ടി കണ്ടിട്ട് നമ്മളെ നിർത്തിച്ച് അന്വേഷണം ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഞങ്ങളിപ്പോ എത്തിയ ഛത്തീസ്ഗഡിലെ ഒരു കാട്ടിലാണ്. ഈ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഫുള്ള് കാടാണ് ഈ കാട്ടില്. ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഉണ്ടല്ലേ. പക്ഷെ ലോറിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ നിർത്തിയതാ ഹോട്ടലിൽ. ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവുക, നല്ല ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്. ലോറി ഡ്രൈവർമാരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഭക്ഷണം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു ലൈവായിട്ട് കേട്ടോ. ഇപ്പം ഉണ്ടാക്കുക വേണ്ട. ഇതാണ് ഹോട്ടൽ, കിച്ചണാണത്. ഷജീർ നിയാസ് നമുക്കുള്ള ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഡയറക്ഷൻ കൊടുത്തോണ്ടിരിക്കുക, എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇതെന്താണ് ഉണ്ടാക്കണം? നമുക്ക് എന്താ ഉണ്ടാക്കണം? നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോലും നമുക്ക്. ഹോട്ടലിലെ കിച്ചണാണ്, അടിപൊളിയാണ്. ലോറിക്കാരൊക്കെ നിർത്തി ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ഇവിടെ റൊട്ടി ഉണ്ടാക്കുന്നുണ്ട്, എല്ലാ സാധനമുണ്ട്. ചോറുണ്ട്. അതിൽ ലോറിക്കാരൊക്കെ നിർത്തി കഴിക്കുന്നു. ബാക്കിൽ നല്ല കാടാണ്, വേറൊരു സംഭവവും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇഷ്ടിക ചൂള, ഛത്തീസ്ഗഡിലൊരു ഇഷ്ടിക ചൂളാണ്. ഇഷ്ടിക ഉണ്ടാക്കുന്ന വിധം. ഛത്തീസ്ഗഡിലെ പശുക്കിടാങ്ങൾക്ക് നടുവിലൂടെ ഇവിടുത്തെ സ്ഥിരം കാഴ്ച. റോഡ് മുഴുവൻ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടാകും പോലെ പശുക്കള് കാളകളെയൊക്കെ കൊണ്ട് പോവാ. ഇഷ്ടം പോലെ हाय हेलो या हाय हाय नाम क्या आपका? दुष्यंत गिरी. यहाँ से ही है? हाँ. अच्छा. I just saw the car. It's like really good. അപ്പൊ നമ്മള് ചിത്രകൂട്, അതായത് ഛത്തീസ്ഗഡിലെ ചിത്രകൂട് വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോ ഒരു ഹൈവേ കിട്ടി, ജഗദൽപൂർക്ക് പോകുന്ന ഒരു ഹൈവേയിൽ ഒരാള് നമ്മളെ വണ്ടിയൊക്കെ കണ്ടിട്ട് നിർത്തിച്ചാണ്. അപ്പൊ നാം വലിയ ദുഷ്യന്ത് കിരി ഭായ്, ഇവിടെ ഉള്ള ആളാണ്. അപ്പൊ നമ്മളെ വണ്ടിയും സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് നമ്മളെ ചേസ് ചെയ്ത് നമ്മളെ കോൾ ചെയ്ത് ഇവിടെ നിർത്തിച്ച് ഫോട്ടോ ഒക്കെ എടുത്താണ്. ഇവര് നമ്മളെ വണ്ടീന്റെ സെറ്റപ്പ്, നമ്മളെ യാത്രയൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ആശംസ അറിയിച്ചിട്ടുണ്ട്. हमारा व्यूअर्स से कुछ बोलो ना. Okay. Hi. Traveling is really good. Always travel. താങ്ക് യു. ഇത്രയും ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അതായത് ട്രാവൽ ഇഷ്ടപ്പെടുന്നു അല്ലെ നിയാസേ? നിയാസ് ഇപ്പൊ കണ്ട ആളെ യൂട്യൂബ് ചാനൽ തപ്പിക്കൊണ്ടിരിക്കുക. അതെ, ഇവിടെ നമ്മൾ കാണുന്ന ഒരുവിധ ആളുകളൊക്കെ നമ്മളെ കേരളം സന്ദർശിച്ച ആളുകളാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരാൾ വന്ന് നമ്മൾ പരിചയപ്പെടുമ്പോ ഭയങ്കര സന്തോഷമാണ് അല്ലേ? അതെ, കേരളത്തിൽ സന്ദർശിച്ച ആളുകളാണ് ഒരുവിധം മുഴുവനും. എല്ലാവരും പിന്നെ നമ്മളെ ആലപ്പുഴ, കോവളം, തിരുവനന്തപുരം, മൂന്നാർ ആ ഭാഗത്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ കേരളത്തിനെ പറ്റി നല്ല അഭിപ്രായം അവർക്കൊക്കെ, നല്ല എഡ്യൂക്കേറ്റഡ് ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് താരീഫ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക, നമ്മളെ പിന്നെ യൂട്യൂബ് ചാനലിന്റെ ഇത് ചോദിക്കുക. അപ്പോൾ ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയാണ്.
നമ്മളെ ബാക്കിൽ നമ്പർ ഉള്ളതുകൊണ്ട് അതിൽ വിളിച്ചിട്ട് നിങ്ങളൊന്ന് സൈഡാക്കോ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാനാന്ന് പറഞ്ഞിട്ടേ. അപ്പൊ നമുക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ ഇപ്പൊ ഒരുപാട് ആളുകൾ നമ്മളൊരു ബന്ധപ്പെട്ടു. അതൊക്കെ ഈ യാത്രയിൽ കിട്ടിയ ഒരു ഭാഗ്യം. അപ്പൊ നമ്മളിപ്പോ എത്തി നിൽക്കുന്ന എവിടാന്നറിയോ? ഛത്തീസ്ഗഡിലെ ചിത്രകൂട് എന്ന് പറഞ്ഞ ഒരു വാട്ടർഫാൾസ് ആണ്. അതായത് ഇന്ത്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർഫാൾസ്. ഇപ്പൊ സീസൺ അല്ല എങ്കിലും ഇതാ വാട്ടർഫാൾസിന്റെ ചിത്രം നമുക്കൊന്ന് കാണാം. നോക്കി, വളരെ മനോഹരമായ വാട്ടർഫാൾസ് കണ്ടില്ലേ? ഈ സ്ഥലം കംപ്ലീറ്റ് വെള്ളം ഒഴുകും. ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ടാണ്. അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ വന്നാൽ, ആ മാസങ്ങളിലാണ് ഇവിടെ സീസണ്. ആ സീസണിൽ വന്നാൽ ഇതാ ഇന്ത്യൻ നയാഗ്ര ഫുള്ള് ഈ റൗണ്ടിൽ കംപ്ലീറ്റ് ആ വൈറ്റ് കളറൊക്കെ കാണുന്നില്ലേ, അവിടെ കംപ്ലീറ്റ് വെള്ളം ഒഴിക്കും. നമ്മളെ ആതിരപ്പള്ളിയിലേക്കൊക്കെ എത്രയോ വലുതാണിത്. ഇപ്പൊ ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. സമയം കഴിഞ്ഞോന്ന് അറിയില്ല, ഞങ്ങൾ ബോട്ടിംഗ് സർവീസിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന് അടുത്തൂടെ ബോട്ട് സർവീസിൽ പോകാൻ പറ്റും. ഇത് നിലകൊള്ളുന്നത് ഒരു കാട് ഉള്ള ഒരു പ്രദേശത്താണ്. നമ്മളെ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ ഓടിയാൽ ചിത്രകൂട്, അതായത് വറങ്കൽ റൂട്ടിൽ, ആന്ധ്ര റൂട്ടിൽ ഒരു 250 കിലോമീറ്റർ ഓടിയാൽ ചിത്രകൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മനോഹരമായ വാട്ടർഫാൾസ് നിലകൊള്ളുന്നത്. അതിന്റെ വിഷ്വൽസ് ഒന്ന് കണ്ടുനോക്കി. ഇപ്പൊ സമയം ഏകദേശം 5 മണിയായി. 5 മണിക്ക് ബോട്ടിംഗ് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബോട്ടിംഗ് കിട്ടുമെന്നൊന്ന് ശ്രമിക്കുകയാണ്. നമ്മൾ ബോട്ടിംഗ് പോയി നോക്കാം. ലൈഫ് ജാക്കറ്റ് ഇടാണ്. ബോട്ട് സർവീസ് കിട്ടിയിട്ടുണ്ട്. ഷാനോ നീന്തറിയാവോ? അതൊന്നും കാര്യം ഉണ്ടാവില്ല കേട്ടോ, പൊങ്ങിക്കൂല. ഷജീർ പൊങ്ങിക്കൂ. ബോട്ട് സർവീസ് കിട്ടിയിട്ടുണ്ട്. നമ്മള് ബോട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഇന്ത്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന ചിത്രകൂട് വാട്ടർഫാൾസിൽ നമുക്ക് ഞങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. 5 മണി ആയിട്ടുണ്ട് ഏകദേശം സമയം. 5 മണിക്ക് ബോട്ടിങ് ക്ലോസ് ആണ്. പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. കണ്ട, ഒരു തോണിയിൽ ഞങ്ങൾ 4 പേര് മാത്രം. കണ്ടല്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ ഒരു നദി. വെരി നൈസ്, അടിപൊളി ഒരു നദി. ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ നമ്മളെ വാട്ടർഫാൾസ്. ഇതിപ്പോ ഓഫ് സീസൺ ആണ്. സീസണിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇതാ ഛത്തീസ്ഗഡ് റായ്പൂരിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ ആന്ധ്ര റൂട്ടിൽ, വറങ്കൽ റൂട്ടിൽ പോയാൽ, ഇനി ആന്ധ്രയിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിലും പറ്റും. റായ്പൂർ റൂട്ടിൽ ഓടിയാൽ ചിത്രകൂട് എന്നാണ് പേര്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഇന്ത്യൻ നയാഗ്ര. കണ്ടില്ലേ, ഈ വളഞ്ഞ പ്രദേശം കംപ്ലീറ്റ് വെള്ളം ഒഴുകും ആ സമയത്ത്, ആ സീസണിൽ. അപ്പൊ നയാഗ്രന്റെ അതേ ഫീൽ ഉണ്ടാവും. ഓ, മാവല്ലി വാട്ടർഫാൾസിൽ ബ്യൂട്ടിഫുൾ പ്ലേസ്. കുളിക്കണം, ചാടണം. ഭംഗിയാണ് വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭംഗി. ഇതൊരൊറ്റ സ്ഥലത്തൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. പിന്നെ ബാക്കി ഇത്രയും ഈ കാണുന്ന ഏരിയകൾ കംപ്ലീറ്റ് നിങ്ങൾ സീസണിൽ വരികയാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വരികയാണെങ്കിൽ കാണാൻ പറ്റും. ഇത്രയും ഏരിയ കൂടെ വെള്ളം. ഈ ഒരു യെല്ലോ ഷെയ്ഡ് കാണുന്നില്ലേ, ഒരു പിങ്ക് ആൻഡ് യെല്ലോ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് കാണുന്ന ഈ സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് വെള്ളം ചാടുന്ന സ്ഥലം. സീസൺ അല്ലാത്തതുകൊണ്ടാണ് വലിയ വെള്ളച്ചാട്ടമുണ്ടല്ലോ. ഇതേ രീതിയിൽ ഈ കാണുന്ന ഇതേ രീതിയിൽ നമ്മള് തോണി കൊയ്യുന്ന 2 ചേട്ടന്മാരാട്ടോ. ഇത് ശരിക്കും ബോട്ടല്ല കേട്ടോ, ഇത് തോണിയാണ്. ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ ബാക്കിലുണ്ട്. നാടൻ തോണി. ഹലോ, അതാ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തി. അയ്യോ, കണ്ട, സൂപ്പർ സൂപ്പർ. Indian Niagara stands for. Naniyattanu. Wow!
സൂപ്പർ, ഒരു രക്ഷയില്ല. മൊത്തം നനഞ്ഞു. ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടിയിലായിരുന്നു. മൊത്തം നനഞ്ഞു, മൊബൈൽ നനഞ്ഞു. ഞങ്ങള് മൊത്തം നമ്മളെ റൈഡ് അവസാനിക്കാൻ പോവാണേ. വളരെ സങ്കടമുണ്ട്. നിങ്ങൾ വരേണ്ട സ്ഥലമാണോ ഇത്? നിർബന്ധമായിട്ട് വന്ന് കാണേണ്ട സ്ഥലം. അത്രയും നല്ല വെള്ളച്ചാട്ടം. ബോട്ടിംഗ് ഉണ്ട്, ചെറിയ പൈസ 50 റുപ്യ ഒരാൾക്ക്. പൊളി, ഒരു രക്ഷയില്ല. കുറച്ച് മുമ്പ് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വൈറലായ ഒരു ക്ലിപ്പുണ്ട്. ഒരു ഫാമിലി വെള്ളത്തിൽ ഒലിച്ചു പോണത്. അത് ഇവിടെ നിന്നാണെന്നാണ് നമ്മൾ ചില ആളുകൾ പറഞ്ഞത്. ഇത് കറക്റ്റ് പറയാൻ എനിക്ക് ഉറപ്പില്ല. നമ്മളെ കാണുന്ന ആ പാറമെന്ന് ഇതൊരു വെള്ളമുള്ള സമയത്ത് പെട്ടെന്ന് മലവെള്ളം വരുന്നു, വെള്ളത്തിലേക്ക് വീഴുന്നു, താഴോട്ട് ഒലിച്ചു പോകണം. താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് അങ്ങോട്ട് താഴോട്ട് ചാടുന്നത്. വലിയൊരു വെള്ളച്ചാട്ടമാണ് താഴോട്ട്. എന്താ സാധനം ശിച്ചിര? ഇത് ആലു പൊരിച്ചതും പിന്നെ വേറെന്താ സാധനം അറിയാം, നമ്മൾ കഴിച്ചു നോക്കി അറിയാം. ഇത് നമ്മളെ നാട്ടിലെ മന്തിന്റെ ചട്നിയാന്ന് തോന്നല്ലോ. എപ്പിടി എപ്പിടി അടിപൊളിയാ. അടിപൊളി തന്നെ. ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഗണേഷ് ഭായ് അല്ലേ? ഗണേഷ് ഭായ് ഇപ്പൊ ബോംബെയിലല്ലേ? മുംബൈയാണ്. ബോംബെയിലാണ്. ഇന്ത്യ ഓൾ ഇന്ത്യ റൈഡ് വണ്ടിന്റെ മുകളിൽ. ഏതാ വണ്ടി? കോസ ഗാഡി ഓൾ ഇന്ത്യ റൈഡ് ഫോർ സേവ് ഹ്യൂമാനിറ്റി സേവ്. മുമ്പൊരു യാത്രന്റെ തീമാണ് ഓൾ ഇന്ത്യ റൈഡ് ഫോർ സേവ് ഹ്യൂമാനിറ്റി സേവ് എർത്ത്. മഹാരാഷ്ട്രയിലെ ഡംബുവാലിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾ ഇന്ത്യ കറങ്ങിയിട്ട് വീണ്ടും ഓടും. അഗൈൻ ഉദർ ജായാണ്. अब कब स्टार्ट किया था? TVS ഏതാ വണ്ടി? दिसंबर. നമ്മളെ ലൂനന്റെ മോഡലിനെ TVSന്റെ ബൈക്ക് സ്കൂട്ടറിന്റെ മുകളിലാണ്. ഇപ്പൊ നമ്മളെ കണ്ടിട്ട് ഇവിടെ നിർത്തിച്ചതാ. നമ്മളെ ചേസ് ചെയ്ത് പിടിച്ചതാ മൂപ്പര്. अभी मैं जा रहा हूँ दमन ദാമൻ ദിയു, अलपिट्टू कन्याकुमारी കന്യാകുമാരി. रामेश्वरम हाँ। धनुषकोडी तो नॉर्थ ईस्ट मेघालय आफ्टर दैट असम നമ്മളെ എളന്തമ്പഴം അല്ലേ? എളന്തമ്പഴ ഇത് വെറൈറ്റി എളന്തമ്പഴ. നല്ല മധുരമൊക്കെ ഉണ്ട്. സാമ്പിൾ ഒന്ന് നോക്കിട്ട്. കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ട് നമുക്ക് ഇത് കഴുകാൻ തന്നെ. നല്ല സ്നേഹമുള്ളല്ലോ ടോട്ടലി. नहीं क्यों? घर पे पढ़ रहे क्या?